നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് വെറും കെട്ടുകഥകൾ ആണെന്ന് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആടുജീവിതം എന്ന സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ആ ഒരു മൂവി ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ശരിക്കും ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും ഇമോഷണൽ ഉണ്ടാകുന്നൊരു മൂവി തന്നെയാണത്. നജീബ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ റിയൽ ലൈഫ്, അത്രയ്ക്ക് യാതനകൾ ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടോ ആ നോവൽ വായിച്ചതിനെക്കാട്ടിലും കൂടുതലും ആ ഒരു സിനിമ കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് പോലും തോന്നിയത്. കാരണം അത്രയ്ക്കും നല്ലൊരു സിനിമ. ആ ഒരു മരുഭൂമിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന അവസ്ഥയും അവിടെ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുകളും, അദ്ദേഹം പിന്നെ നാട്ടിലെ കാര്യങ്ങൾ ഓർക്കുന്നത്, പിന്നെ ആരോരും ഇല്ലാതെ ഒറ്റപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നെത്തുന്ന ആ ഒരു ആട്ടിൻകുട്ടി, ആ ഒരു ഇൻറ്റിമസി, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇമോഷണലി സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന വ്യക്തികളെ കണ്ണുപോലും നിറഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ള സിനിമ തന്നെയാണ്. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ആ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എന്താ പറയുക, ഒരുപക്ഷെ ഓസ്കാർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവമൊക്കെ കിട്ടിയില്ലെങ്കിൽ അതിശയമുള്ളൂ. കാരണം അത്രയ്ക്കും പൊളി ഒരു മൂവിയാണ്. നജീബ് എന്ന് പറഞ്ഞ വ്യക്തി റിയൽ ലൈഫിൽ എന്തോരം യാതനകൾ, എന്തോരം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവും എന്ന് നന്നായിട്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. അതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു മറ്റേത് നടന്മാരെ വെച്ച് നോക്കിയാലും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എടുത്ത എഫോർട്ട് എന്താ പറയണ്ടേ, ഹെഡ്സ് ഓഫ്. കാരണം അത്രയ്ക്ക് ഡെഡിക്കേഷൻ ലെവൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫോർട്ട്, ആ ഒരു ശരീരഭാരം കുറയ്ക്കുന്ന എഫോർട്ട് എല്ലാം ശരിക്കും സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ആ ഒരു മൂവി, ആ ഒരു BGM, ആ ഒരു സീക്വൻസ് എല്ലാം വേറെ ലെവലാണ്. നജീബ് സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ റിയൽ ലൈഫ് ആലോചിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം അതുപോലെയാണ് ആ വ്യക്തി അനുഭവിച്ച ജീവിതം ഈ ഒരു സിനിമയെ കാണിച്ചു തന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്തായാലും ഹിറ്റാവും. ആ സമയത്ത് ഈ നജീബ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു തുക ഇവർ കൊടുക്കും എന്ന് ആണ് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു സഹായമാണ്. ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി ആ വ്യക്തിയുടെ വീട്ടിലേക്ക്. എൻ്റെ പ്ലേസ് ഹരിപ്പാട് ചിങ്ങോലി എന്ന് പറഞ്ഞ നാട്ടിലാണ് എൻ്റെ വീട്. ഈ നജീബ് എന്ന് പറഞ്ഞ റിയൽ ലൈഫിൽ നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് നമ്മുടെ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തായിട്ടാണ് ആ വ്യക്തിയുടെ വീട്. ഒരു സാധാരണക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ആക്കിയിരിക്കുന്നത്. എന്തൊക്കെയായാലും സിനിമ വേറെ ലെവൽ, മസ്റ്റായിട്ടും ഇത് നിങ്ങൾ മിസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്കും ഒരു ഗംഭീര സിനിമയാണ്. കൊടുത്ത ഹൈപ്പൊക്കെ വെറുതെ ആയിട്ടില്ല. അത്രയ്ക്കും പൊളി മൂവി. ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട്, ആരുമായിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മൂവിയാണ്.